കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ വലിയ നിരാശയിലാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ ഒരു തോൽവിയാണ് വഴങ്ങിയത്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഹോം മത്സരത്തിൽ തന്നെ ഒരു പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തായാലും അടുത്തതും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ് വരുന്നത്. മറ്റന്നാൾ ഞായറാഴ്ച സെപ്റ്റംബർ 22-ന് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുകയാണ്. വിജയം ലക്ഷ്യമിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. എന്നാൽ നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 3 തവണയാണ് ISL ഇപ്പോൾ 10 സീസണുകൾ കടന്നു പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷമാണെന്ന് നോക്കുകയാണെങ്കിൽ 2014, അതുപോലെ തന്നെ 2016-ലും 2021-ലും. അവസാനം ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഇവാൻ വുക്കമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ആ സീസണിലായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് നിർഭാഗ്യവശാൽ ആ കിരീടം ലഭിച്ചില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ 3 തവണയും ഫൈനലിലേക്ക് എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടതിന് ശേഷമായിരുന്നു. 2014-ലും 2016-ലും 2021-ലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഫൈനലിലെത്തിയത്. ഇവാൻ വുക്കമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചിരുന്നു 2021-ൽ. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം അന്ന് കളിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അന്ന് വഴങ്ങിയ തോൽവി 5-2 ഒരു തോൽവിയായിരുന്നു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായി 3 മത്സരങ്ങളിൽ വിജയമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം നേടുന്നത് ഒഡീഷ FC-ക്കെതിരെയായിരുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ സംഹാര താണ്ഡവമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കസ്, പെരേര ഡിയാസ് കോംബോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇത്തവണ ആദ്യ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പരാജയം ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രതീക്ഷയാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പരാജയം, ബ്ലാസ്റ്റേഴ്സ് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ചു കയറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോച്ച് ഇവാൻ വുക്കമനോവിച്ചിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മൈക്കിൾ സ്റ്റാറേക്ക് പറ്റില്ല? അദ്ദേഹത്തിന് പറ്റും. എന്തായാലും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് വലിയ ഒരു വഴികൾ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മികച്ച താരങ്ങളെയാണ്. മുന്നേറ്റ നിരയിലാവട്ടെ നോവ സദോയി, അഡ്രിയാൻ ലൂണ, ജീസസ് ജിമിനസ്, ക്വാമി പെപ്പറെ, ഇത് മതി മുന്നേറ്റ നിര ബ്ലാസ്റ്റേഴ്സിനെ അടക്കി ഭരിക്കാൻ. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ വിപിൻ മോഹനനും ഫ്രെഡിയും ഡാനിഷ് ഫറൂഖും അടക്കമുള്ള മധ്യനിര അടിപൊളിയായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അലക്സാണ്ടർ കോയഫ്, അതുപോലെ തന്നെ മിലോസ്ലൻസിസ് സഖ്യം മതി ബ്ലാസ്റ്റേഴ്സിന് സെൻറ്റർ ബാക്കിൻ്റെ അവിടെ ഡിഫൻസ് അടക്കി ഭരിക്കാൻ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ അടുത്ത മത്സരം മുതൽ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലൂണ മടങ്ങിയെത്തുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതുജീവൻ വയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.